ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഇൻഡിപെൻഡൻസ് ഡേയുടെ തീമിൽ ഉള്ള ഫുഡ് ആൻഡ് സ്നാക്സുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 3 ബൗളിലേക്ക് 2 കപ്പ് എന്ന രീതിയിൽ അരിപ്പൊടി എടുത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് വെക്കുന്നു. പിന്നീട് ഒരു പാനിലേക്ക് ഒരു പിടി ബേബി സ്പിനാച്ച് ഇടുന്നുണ്ട്. ഇത് നന്നായിട്ട് കഴുകി എടുത്ത ആണ്. അത് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഗ്യാസ് ഓണാക്കുന്നു. 2 മിനിറ്റ് കുക്ക് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് ആറാനായിട്ട് വെക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റാക്കി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. 3 ബൗളിലെ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 1 ബൗളിലെ അരിപ്പൊടി പാനിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ ബേബി സ്പിനാച്ച് പേസ്റ്റാക്കിയ പേസ്റ്റ് ഇട്ട് കൊടുത്ത് ശകലം വെള്ളം ഒഴിച്ച് ഇട്ട് കൊടുത്ത് കട്ട കെട്ടാതെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് കട്ട കെട്ടാതെ എടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ കണക്കെന്ന് വെച്ചാൽ ഗ്രാജുവലി വെള്ളം ആഡ് ചെയ്യുക. ഒന്ന് ലൂസായി കിട്ടിയാൽ മതി, കട്ട കെട്ടാതെ ലൂസായി ഒന്ന് കിട്ടിയാൽ മതി. ഇപ്പോൾ ഞാൻ 2 കപ്പ് അരിപ്പൊടി എടുത്തേക്കുന്നു. അപ്പോൾ അതിന് 3 കപ്പൊക്കെ ആകുമ്പോഴത്തേനും നല്ല ലൂസായിട്ട് തന്നെ കട്ട കെട്ടാതെ തന്നെ കിട്ടും. അതുപോലെ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് തന്നെ സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോഴേ കട്ട കെട്ടാതെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ചെറിയ ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓണാക്കുന്നു. ഗ്യാസ് ചെറിയ തീയിലാണ് വെക്കുന്നത്. ഗ്യാസ് കൂട്ടി വെക്കരുത്. ഗ്യാസ് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അത് കട്ടയായിട്ട് പോവും. നമുക്കിതിൻ്റെ വെള്ളം പറ്റി ആണ് വരേണ്ടത്. അപ്പോൾ ഗ്യാസ് ചെറിയ തീയിലാണ് ഇരിക്കുന്നത്. അത് വന്നിട്ട് ആ സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ഇളക്കുകയും വേണം. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും വെള്ളം പറ്റി ഒരു ബോൾ പോലായിട്ട് വരും. അതായത് നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഉരുണ്ട് ആ വെള്ളം പറ്റി ഡ്രൈ ആയി വരത്തില്ലേ, അതേപോലെ തന്നെ ഇതിനകത്തും വരും. നമ്മൾ ആ ബോളായിട്ട് ഉരുണ്ട് വരുന്ന സമയത്ത് കൈ കൊണ്ട് തൊട്ടാൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത ഒരു സ്റ്റേജുമായിരിക്കും. ആ സമയമൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് മനസ്സിലാവും. ആ സമയത്ത് വെള്ളമൊക്കെ ഡ്രൈ ആയി വരുന്നതായിട്ട് മനസ്സിലാവും. ആ സമയത്ത് ഗ്യാസ് ഓഫാക്കി 1 മിനിറ്റോ 2 മിനിറ്റോ അതിൽ കൂടുതൽ ഒന്ന് അടച്ചു വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ശകലം എണ്ണമയം പറ്റിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെക്കാവുന്നതാണ്. ഇവിടെ ഗ്രീൻ കളർ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലാക്കി അടച്ചു വെച്ച് മാറ്റി വെക്കുന്നുണ്ട്. അടച്ചു വെച്ചില്ലെങ്കിൽ അത് ഡ്രൈ ആയി അതിൻ്റെ ഔട്ടർ കവറിങ് ഒരു ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഒന്ന് അടച്ചു വെച്ചിരിക്കണം. സെക്കൻഡ് ബൗളിൽ അരിപ്പൊടി പാനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ക്യാരറ്റിൻ്റെ പേസ്റ്റ്, ശകലം വെള്ളം, എന്നിട്ട് ശകലം ഉപ്പ് ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് വെള്ളം ആഡ് ചെയ്ത് ചെറിയൊരു ലൂസാക്കി എടുക്കുന്നുണ്ട്. ആ സമയത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സാക്കിയിട്ട് ലൂസാന്ന് കാണുമ്പോൾ പിന്നെ ഗ്യാസ് ഓണാക്കി കട്ടയൊന്നും ഇല്ലാതായിരിക്കണം.
ഗ്യാസ് ഓണാക്കി ചെറിയ തീയിൽ മിക്സ് ചെയ്ത് അതിൻ്റെ വെള്ളം പറ്റിച്ച് ഒരു ബോളാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്നുകൂടെ കുഴച്ച് എടുത്ത് വെക്കുന്നുണ്ട്. ക്യാരറ്റ് കുക്ക് ചെയ്യാതെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പേസ്റ്റാക്കിയിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കാവൂ. അല്ലെങ്കിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് കുക്ക് ചെയ്തെടുക്കുകയാണ്. കുക്ക് ചെയ്ത് ഇതുപോലെ ചെറിയ കഷ്ണമാക്കി സ്റ്റീം ചെയ്ത് അത് പേസ്റ്റാക്കിയിട്ട് അരിപ്പൊടിയോട്ട് ചേർത്താൽ നല്ലതായിരിക്കും. അതുപോലെ 3rd ബൗളിലെ അരിപ്പൊടി പാനിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്തിട്ട് അതിലേക്ക് പിന്നീട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എടുക്കുന്നുണ്ട്. ഇത് കട്ടയില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓണാക്കുന്നുണ്ട്. ചെറിയ തീയിലാണ് വെക്കുന്നത്. കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാരണവശാലും തീ കൂട്ടരുത്. തീ കൂട്ടിയാൽ പെട്ടെന്ന് ഇത് കട്ടയായി പോവും. നമുക്കതിൻ്റെ ശരിയായിട്ട് കിട്ടത്തില്ല. പിന്നീട് ഇതിനകത്ത് ഒഴിക്കുന്ന വെള്ളം ഞാൻ പച്ചവെള്ളമാണ് ഒഴിച്ചത്. ഇനി വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാം. ചൂടുവെള്ളം എങ്ങനെയാണെന്ന് വെച്ചാൽ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫാക്കി കഴിഞ്ഞിട്ട് വെള്ളം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴത്തേനും ആ വെള്ളത്തിൻ്റെ ചൂടൊന്ന് കുറയും. അങ്ങനെ വന്നിട്ട് വേണം വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഡയറക്റ്റ് പച്ചവെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. അങ്ങനെ 3 കളറിലുള്ള അരിപ്പൊടിയുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നീട് 3 കളറിൽ നിന്നുള്ള ഡോ 7 അരി വെച്ച് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടത് ആവിയിൽ ഒരു 5 മിനിറ്റ് ഒക്കെ മതിയാവും. പെട്ടെന്ന് തന്നെ ഇത് കുക്ക് ചെയ്ത് കിട്ടും. അങ്ങനെ ആവി ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നീട് മുറുക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഡോയിലോട്ട് 1 സ്പൂൺ കരിഞ്ചീരകം ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് എടുക്കുന്നുണ്ട്. മുറുക്കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്.
ഇത് ടിഫിൻ ബോക്സ് വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും. അപ്പോഴേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ഇത് മുഴുവൻ കണ്ടിട്ട് വേണേ സബ്സ്ക്രൈബ് ചെയ്യാൻ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.